നമുക്ക് ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് CAയുമായിട്ട് മീനു സംസാരിക്കുകയാണ്. മീനുവിനറിയാം ഒരിക്കലും ശ്രീദേവി അടുത്ത് ഇങ്ങനെ ഒരു കള്ളപ്പരാതി കൊടുക്കില്ല. ഇതിനകത്ത് ഉദയഭാനു ശ്രീകലൻ തന്നെയാണ്. അവരാണ് ഇതിന്റെ എല്ലാം പിന്നില്. അവരുടെ കുബുദ്ധിയാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ കാര്യങ്ങളൊക്കെ CA പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുവാണെങ്കിൽ അവരെ പുറത്തിറക്കി കൊണ്ടുപോകാവുന്ന ഒരു ചിന്തയോട് കൂടിയിട്ടാണ് CAയുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത്. മീനു പറഞ്ഞു, മാഡം ഞാനും അവിടുത്തെ മരുമോളാണ്. അതുപോലെ തന്നെ ഇനിയിപ്പം ഞാൻ പറയുന്ന വിശ്വാസം വന്നില്ലെങ്കിൽ അവൾ മിത്രയോട് ചോദിച്ചു നോക്ക്. മിത്രയും മരുമോളാണ്. എനിക്കോ മിത്രയ്ക്കോ ഒന്നും ഇതുവരെ ഒരു വക പീഡനങ്ങളോ അവിടെ ഏൽക്കേണ്ടി വന്നിട്ടില്ല. ഞങ്ങളുടെ അമ്മായിമ്മ, അതായത് എൻ്റെ മിത്രയുടെ ദേവി അടുത്തിലേക്ക് അമ്മായിമ്മ ആണെങ്കിൽ ഗോമതി അമ്മയാണെങ്കിൽ ഞങ്ങളെ സ്വന്തം മകളെ പോലെയാണ് കരുതുന്നത്. ഇന്ന് വരെ അല്ലാതെ വേറൊരു കണ്ണോടുകൂടി ഞങ്ങളെ കണ്ടിട്ടില്ല. ആ ഒരു രീതിയിലാണ് ഞങ്ങളെ കാണുന്നത്. സ്വന്തം മക്കളെ പോലെ തന്നെ കരുതുന്നത്. ഒരു വേർതിരിവ് വീട്ടിലില്ല. മാഡം പറഞ്ഞല്ലോ എനിക്ക് ജോലി ഉള്ളതുകൊണ്ടാണ്. എനിക്ക് സർക്കാർ ജോലിയുണ്ട്, സമ്മതിച്ചു. പക്ഷെ മിത്രയ്ക്ക് അതില്ലല്ലോ. ഓ, മിത്ര എന്ന് പറയുന്നത് അത് ഗോമതിയുടെ സഹോദരന്റെ മകളല്ലേന്ന് ചോദിച്ചു. അതെ. അപ്പൊ പിന്നെ എങ്ങനെയാ അവരോട് തിരിച്ചു വ്യത്യാസം കാണിക്കുന്നത്? മാഡം അതൊന്നും അല്ല, സത്യാവസ്ഥ അതൊന്നും അല്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ പറയുന്നൊന്നും എനിക്ക് അത്ര വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ അവരോടൊപ്പം ചേർന്നിട്ട് ന്യായം പറയല്ലേ, അവരെ ഇറക്കിക്കൊണ്ട് പോകാനല്ലേ? അല്ല മാഡം, ഒരിക്കലും അങ്ങനെയല്ല. ഞാൻ എന്തിനങ്ങനെ പറയണം? എനിക്കതിന്റെ ആവശ്യമില്ല. ഞാൻ പറയുന്ന മാഡം ഒന്ന് കേൾക്ക്. ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണേ. ഈ പറയുന്ന ആനന്ദേട്ടൻ ഒരു കുഴപ്പക്കാരനല്ലോ. പിന്നെ ഈ ശ്രീദേവി അടുത്ത അച്ഛനും അമ്മയൊക്കെ കുറെ കള്ളത്തരങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അതിന്റെ പേരിലാണ് ഇപ്പൊ ഈ കള്ളപ്പരാതി കൊണ്ട് തന്നിരിക്കുന്നത്. ശരിക്കും അവരാണ് ഇതിനകത്ത് ഫ്രോഡുകൾ. ശ്രീദേവി ഇച്ചിരി മൊഴി എടുത്തു കഴിഞ്ഞാൽ അറിയാം. ശ്രീദേവി ഒരിക്കലും ഞങ്ങൾക്കെതിരായിട്ട് പറയില്ല. അപ്പോഴേക്ക് CA പറഞ്ഞു, നിങ്ങളുടെ പേര് മീനാക്ഷി എന്നല്ലേ? അതെ. നിങ്ങളുടെ പേര് പരാതി പരാമർശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതെനിക്കറിയില്ല മാഡം, അതെന്തുകൊണ്ടാന്നുള്ള കാര്യം. പക്ഷെ ബാക്കിയുള്ളവരല്ലേ ഇവിടെ നിർത്തുന്നതിൽ ഒരു അർത്ഥമില്ല. അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. മേഡം ഒന്ന് അന്വേഷിച്ചു നോക്ക്. അച്ഛനൊക്കെയാണെങ്കിലും ഇന്ന് വരെ ശ്രീദേവി വെച്ചിട്ടൊരു വഴക്കും ഉണ്ടാക്കാൻ പോയിട്ടില്ല. കാരണം അവർ ചെയ്ത ചതി വരെ പൊറുക്കുക ചെയ്തേ. കേസ് കൊടുക്കാനായിരുന്നെങ്കിൽ ദേവമംഗലംകാർ അവർക്കെതിരെ കൊടുക്കേണ്ടിയിരുന്നേ. പക്ഷെ അവർ കള്ളത്തരം കാണിച്ച് കള്ളപ്പരാതി കൊണ്ട് തന്നിരിക്കുന്ന മേഡം. ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു. അപ്പോഴേക്ക് CA പറഞ്ഞു, ഞങ്ങൾക്ക് കിട്ടിയ വ്യക്തമായ പരാതിയുടെ അടിസ്ഥാനത്തിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലുമാണ് ഇപ്പൊ ഇങ്ങനെ കേസെടുത്തിരിക്കുന്നത്. പിന്നെ പരാതി എന്താന്ന് നിങ്ങൾക്ക് അറിയാലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മീനു പറഞ്ഞു, അതൊക്കെ കള്ളപ്പരാതിയാണ് മാഡം, ഒരിക്കലും സത്യമല്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. മാഡം സത്യസന്ധയ ഒരു പോലീസ് ഓഫീസറാണെന്നാണ് എൻ്റെ വിചാരം. അതുകൊണ്ട് വെറുതെ ആരെങ്കിലും എന്തേലും പറഞ്ഞെന്നോ പരാതി നിന്നോർത്തോണ്ടോ കേസെടുക്കുന്നത് ഞാൻ കരുതുന്നില്ല. അറിയാലോ, ഇനി മാഡത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അതും പറഞ്ഞുകൊണ്ട് മീനു അങ്ങോട്ട് എഴുന്നേറ്റു. CAക്ക് കൺഫ്യൂഷനായി. ഉദയഭാനു ശ്രീകളേക്ക് അമ്മാതിരി അഭിനയമല്ലായിരുന്നു വന്ന് കാഴ്ചവെച്ച. പൊട്ടി കരയുമായിരുന്നല്ലോ. കരയുന്ന കുഞ്ഞിനെ പാലുള്ളെന്ന് പറഞ്ഞ കണക്ക് അങ്ങനെ കരഞ്ഞു കഴിഞ്ഞപ്പോൾ CA വിചാരിച്ചു അവര് പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ശരിയെന്നുള്ളത്. പിന്നീട് CA ശ്രീകലയുടെ നമ്പറിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അതെ നിങ്ങൾ മകളെയും കൊണ്ട് ഇവിടേക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രീകല കടന്ന് കരയുവാണ്. മാഡം അങ്ങനെ പറയരുത്. എൻ്റെ മോൾക്കാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള ത്രാണിയില്ല. തൽക്കാലത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ വരാമെന്നൊക്കെ പറഞ്ഞു. പിന്നീട് CA കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഉദയഭാനു ശ്രീകലയോട് പറഞ്ഞു, ശ്രീകലെ നമ്മളിനി എന്ത് ചെയ്യും? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ വന്ന് അങ്ങനെയോ പറഞ്ഞേക്കാവുള്ളൂ. മറുത്തെങ്ങാനും എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ പിന്നെ എൻ്റെ സ്വഭാവം മാറും. പരാതി പറഞ്ഞ കാര്യങ്ങൾ അതേപടി തന്നെ പറഞ്ഞാൽ മതി. എടി പ്രശ്നമാകുമോ? നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളെ പിടിച്ച് അകത്തിടുവോ? പിന്നെ അകത്തിടാൻ ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? ഞാൻ പറയുന്ന അങ്ങോട്ട് ഉദയേട്ടൻ കേട്ടാൽ മതി. ഇനി കൂടുതലും കൂടി ചോദ്യം പറിച്ചിലൊന്നും വേണ്ട. കേട്ടല്ലോ, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഈ ശ്രീകലയോടെ കളിച്ചിരിക്കുന്ന കളി ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. വാ ഉദയേട്ടൻ എങ്ങോട്ടൊന്നും പറഞ്ഞുകൊണ്ട് ഉദയഭാനുവിന്റെ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് ശ്രീകല പോലീസ് സ്റ്റേഷനിലേക്ക് പോവാ മൊഴി കൊടുക്കാനായിട്ട്. അപ്പൊ ശ്രീദേവിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ തള്ളി മറിച്ചിട്ടാണ് പോകുന്നത്. ആ സമയം ധർമ്മം വീട്ടിലേക്ക് വരുക. ധർമ്മം വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഇന്ദിരാമ്മയുടെ അടുത്തേക്ക് വന്നപ്പോൾ ഇന്ദിരാമ്മ പറഞ്ഞു, മോനെ കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞു എന്ന് ചോദിച്ചു. അറിഞ്ഞമ്മേ, കടയിൽ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കാര്യങ്ങൾ അറിഞ്ഞെന്ന് പറഞ്ഞു. എടാ നിന്റെ ചേട്ടന്മാരോട് ഞാൻ പറഞ്ഞു, പക്ഷെ അവരിതിനെ ഇറങ്ങിത്തിരിക്കുന്ന കാര്യം കാണുന്നില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലമ്മേ, അമ്മ വിഷമിക്കാതിരിക്കുക, എന്താന്ന് ചെയ്യാന്ന് പറഞ്ഞു. പിന്നീട് അച്യുതനെ അനന്തനെയും കൂടെ വിളിക്കുകയാണ്. അവര് ഹാളിലേക്ക് വന്നു കഴിഞ്ഞപ്പം ധർമ്മം പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം ചെയ്യണം. ഇപ്പോഴല്ല നമ്മൾ പ്രതികാരം വാശിയും തീർക്കണ്ടേ. നമ്മുടെ നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ 3 പേരുടെ
സഹോദരിയാണ് ഗോമതി ചേച്ചി. ഗോമതി ചേച്ചിക്ക് ഒരു ആപത്തുണ്ടായിരിക്കുന്നത്. നമ്മൾ 3 സഹോദരന്മാരുണ്ടായി ഉണ്ടായിട്ട് ആ പാവം പോലീസ് സ്റ്റേഷനിൽ പോയി നിൽക്കുവാന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കി. അത് മാത്രമല്ല മിത്ര, അത് ഇവിടുത്തെ കുട്ടിയല്ലേ, അവൾ ഒരു കാരണമില്ലാതെയാണ് അവിടെ പോലീസ് പിടിച്ചു വെച്ചിരിക്കുന്നത്. അതും കള്ളപ്പരാതിയുടെ അടിസ്ഥാനത്തിൽ. ഒരിക്കലും ബാലേണ്ണോ ഗോമതി ചേച്ചിയൊന്നും അങ്ങനെ ചെയ്യത്തില്ല. ശ്രീദേവിയെ സ്വന്തം മകളെ പോലെയാണ് അവരൊക്കെ കരുതിയിരുന്നത്. എന്നിട്ടിപ്പോൾ കണ്ടില്ലേ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അച്യുതൻ പറഞ്ഞു, ദേ ധർമ്മ, നീ ഇതിനകത്ത് ഇടപെടണ്ടെന്ന് പറഞ്ഞു. ഇടപെടാതിരുന്നാൽ എങ്ങനെയാ ശരിയാവുന്നേ? രാജശ്രീ പറഞ്ഞു, ധർമ്മ നിനക്ക് നാണമില്ലേടാ, നിന്റെ അവിടെ നാട്ടി ഇറക്കി വിട്ടതല്ലേ വെറും 25,000 രൂപയ്ക്ക് വേണ്ടിയിട്ട്. ഇത്രയും കാലം അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് ഒരു 25,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് നിന്നെ അവിടുന്ന് ആട്ടി ഇറക്കി വിട്ടവരാ അവര്. എന്നിട്ടാണോടാ നീ അവർക്ക് വേണ്ടി വക്കാലത്ത് പിടിച്ചോണ്ടിരുന്നേ? അവിടെ കിടക്കട്ടാന്ന് അശൂലങ്ങള്. ദേ രാജശ്രീ ചേച്ചിയാന്ന് ഞാൻ വിചാരിക്കില്ല. സുഗന്യക്ക് കൊടുക്കാനുള്ള കൊടുത്തിട്ട് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് എന്തൊക്കെ വന്നാലും ശരി, എനിക്ക് ബാലേട്ടനെ ഗോമതി ചേച്ചിയൊക്കെ രക്ഷിക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഇത്രയും കാലം അവിടുത്തെ ഉപ്പും ചോറും തിന്നാ വളർന്നേ. എനിക്ക് അവരെ രക്ഷിക്കണം. അതുമാത്രമല്ല ഗോമതി ചേച്ചി ആരാ എന്താന്നൊക്കെ എനിക്ക് നല്ലതായിട്ട് അറിയാം. അതുകൊണ്ട് എനിക്ക് അവരെ രക്ഷിക്കാൻ പോയിരിക്കാൻ പറ്റില്ല. നിങ്ങൾ ആരെങ്കിലും വരുവാണേ വാ, അല്ലെങ്കിൽ ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആനന്ദം പറഞ്ഞു, അച്ഛതാ ഇനി വാശിയും വൈരാഗ്യം വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഗോമതിയെ രക്ഷിക്കേണ്ട നമ്മുടെ കടമയും കൂടെയാ. നമ്മൾ വേണം മുന്നിട്ടിറങ്ങാനായിട്ട്. നീ ഇങ്ങനെ വാശി പിടിച്ചോണ്ടിരുന്നത് എങ്ങനെയാ? അന്തേട്ടൻ അറിയാലോ ബാലൻ നമ്മളോട് ചെയ്ത ചതി എന്താന്ന്. എടാ അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാ. പിന്നെ അത് മാത്രമല്ല, എൻ്റെ മോളും ഇത്രയുണ്ട്. അവളുടെ വിഷമം കണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. അവള് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നെഞ്ചു പൊട്ടുമെന്ന് പറഞ്ഞു. അലോക് ജയിലിൽ കിടന്നപ്പോൾ നീ എത്രമാത്രം വേദനിച്ചു. അപ്പൊ അതേ വേദന തന്നെ എനിക്കുള്ളത് അറിയാലോ. പിന്നെ നീ പറഞ്ഞല്ലോ അലോകിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാനായിട്ട് അനുശ്രീ തന്നെയല്ലേ തീരുമാനിച്ചേ? അനുശ്രീയല്ലേ പരാതി ഇല്ലെന്ന് പറഞ്ഞേ, അതുകൊണ്ടല്ലേ അവൻ രക്ഷപ്പെട്ടെ. അപ്പോഴേക്കും അലോകും കൂടെ അങ്ങോട്ട് വന്നു. അലോക് വന്നിട്ട് പറഞ്ഞു, അച്ഛാ നമുക്ക് പോകാം, നമുക്ക് സ്റ്റേഷനിൽ വരെ ഒന്ന് പോകാം, പോയി ചെന്നൊന്ന് സംസാരിച്ച് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവര് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും രാജശ്രീ പറഞ്ഞു, അച്ഛതേട്ട ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? നീ എവിടെ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ഞങ്ങളൊന്ന് പോയി സംസാരിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് ഇറങ്ങുവാണ്. രാജശ്രീക്ക് ഒട്ടും അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അവരങ്ങോട്ട് പോകുന്നേ. അവരങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പം ഇന്ദിരാമ്മ പറഞ്ഞു, ദൈവമേ കാര്യങ്ങളൊക്കെ നടന്നാൽ മതിയായിരുന്നു. എത്രയും പെട്ടെന്ന് അവരെ പുറത്തിറക്കി കൊണ്ടുവരാൻ പറ്റിയാൽ മതിയായിരുന്നു. ഒരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ മോള്. ഒരു തെറ്റ് ചെയ്യാതെയാണ് അവൾ പോലീസ് സ്റ്റേഷനിൽ കയറിയിരിക്കുന്നത്. രാജശ്രീ പറഞ്ഞു, തെറ്റ് ചെയ്തിട്ടൊന്നും പറയാൻ പറ്റില്ല. ഗോമതി ചേച്ചിയുടെ സ്വഭാവമല്ലേ, അവരുടെ സ്വഭാവം വെച്ച് അവർ ചിലപ്പം ശ്രീദേവി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണുമായിരിക്കും. അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രാജശ്രീ, എൻ്റെ മോൾ അത്രക്കാരിയൊന്നും അല്ലാന്നും പറഞ്ഞുകൊണ്ട് ഇന്ദിരാമ്മ ദേഷ്യം പിടിക്കുകയാണ്. പിന്നീട് ഉദയഭാനു ശ്രീകലയൊക്കെ സ്റ്റേഷന് മുന്നിലേക്ക് ഒരു ഓട്ടോറിക്ഷ വന്നിറങ്ങുവാണ്. ഉദയഭാനുവിന്റെ കൈകാലൊക്കെ വിറയ്ക്കുന്നുണ്ട്. ദൈവമേ കള്ളത്തരം പറയാനാണ് പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തായി തീരുമെന്ന് ഒരു വല്ലാത്തൊരു ടെൻഷനുണ്ട്. ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും വാദി പ്രതിയാവുന്ന പോലെ അവർ പിടിച്ചകത്തിടുവോ? ഉദയഭാനു ഇങ്ങനെ വല്ലാതെ നിൽക്കുന്നുണ്ടപ്പോൾ ശ്രീകല കയ്യിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് വാ മനുഷ്യ. പിന്നൊരു കാര്യം, അബദ്ധത്തിൽ പോലും നിങ്ങളുടെ വായിന്ന് വേറെ വാക്കുകളൊന്നും വന്നു പോയേക്കില്ല അറിയാലോ. നമ്മളാണ് ഇവിടെ ചതി ചെയ്തതെന്നുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും പുറത്തു വരില്ല. ഇല്ല സ്ത്രീകളെ ഞാനൊന്നും പറയില്ല. തൽക്കാലത്തേക്ക് നിങ്ങൾ വാ തുറക്കാതിരുന്നാൽ മതി. വാ തുറത്ത് എന്തുണ്ടെങ്കിൽ ചിലപ്പോൾ അബദ്ധമോ വീഴുള്ളൂ. അങ്ങനെ വിളിച്ചോണ്ടങ്ങ് ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാവരും ഉണ്ട്. എല്ലാവരും കൊണ്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സ്ത്രീകൾ വലിയ ആൾ കളിച്ചിങ്ങനെ നിൽക്കുവാണ്. അപ്പം മൊഴി കൊടുക്കാനായിട്ട് വന്നാണ് ശ്രീദേവിക്ക് പകരമായിട്ട്. ബാലൻ അവരെ കണ്ടപ്പോൾ ദേഷ്യം. അതുപോലെ തന്നെ ആനന്ദം കൂടെ പാഞ്ഞു വന്നു. എന്നിട്ട് പറഞ്ഞു, കള്ളപ്പരാതി കൊടുത്ത് ഞങ്ങൾ അകത്താക്കാന്ന് വിചാരിച്ചല്ലേ? എന്ത് ധൈര്യത്തിലാടോ? ശരിക്കും പരാതി കൊടുക്കേണ്ട ഞങ്ങളായിരുന്നല്ലോ. അതും പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോഴത്തേനും ഉദയഭാനു പറഞ്ഞു, മോനോ ആരുടെ മോനെ? നിങ്ങൾ കൂടുതൽ സോപ്പിടുമെന്നും വേണ്ട, ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവിടെ നസൈ പറഞ്ഞു, ഇത് പോലീസ് സ്റ്റേഷനിലാ, നിങ്ങളുടെ ഗുണ്ടായുസം കാണിക്കാനുള്ള സ്ഥലമൊന്നുമല്ല, നിന്നോടല്ലേ അവിടെ ഞാൻ മിണ്ടായിരിക്കാൻ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് ആനന്ദനെ ചീത്ത പറയണം. ആ സമയം സിയെ ഇങ്ങോട്ട് വന്നു. സിയെ വന്നിട്ട് വെച്ചാൽ നിങ്ങൾ വന്നോ? എന്താണെങ്കിലും വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാന്ന് പറഞ്ഞു. പരാതി അങ്ങനെ വായിക്കുവാണ്. ആ പരാതി വായിച്ചിട്ടപ്പോൾ ബാലനും ഗോമതിയൊക്കെ ഞെട്ടിപ്പോയി. അവരൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത്. അങ്ങനെ ഒടുവിൽ പോലീസ് സ്റ്റേഷൻ വലിയ പ്രശ്നങ്ങൾ തന്നെ നടക്കുവാണ്. ഉദയഭാനു ശ്രീകലെ ബാലനും ഗോമതിയൊക്കെ ആയിട്ട്. അപ്പം അതിൻ്റെ കഥകളാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇനിയിപ്പം ആനന്ദനും അച്യുതനും ഒക്കെ അവരെ ഇറക്കാൻ വേണ്ടിയിട്ട് വരും, വക്കീലിനെയൊക്കെ ആയിട്ട് വരും. അപ്പോൾ അതിൻ്റെ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.